വണക്കം മക്കളെ, ഇറ്റ്സ് മീ സയൻറ്റിസ്റ്റ് ഗെയിമിങ്. സോ ഇന്ന് നമ്മളൊരു പുതിയ ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗെയിമിൻ്റെ പേര് കാർ ഫോർ സെയിൽ എന്നാണ്. സോ ഈ ഒരു ഗെയിം എല്ലാവരും പറഞ്ഞ നല്ല കിടുക്കൻ ഗെയിമാണെന്നാണ്. സോ നമുക്ക് ഓക്കെ, നമ്മൾ കളി തുടങ്ങാണ്. ഞാനതൊക്കെ ഒന്ന് വായിച്ച് നോക്കട്ടെ. നമ്മളോടത്തൊക്കെ ക്ലീൻ ആക്കാനാട്ടോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയേക്കാം. പക്ഷേ ഈ തന്തയും പോയിൻ്റർ എങ്ങനെയാടാ മാറ്റുക? ഇല്ലല്ലോ, ഇത് സെൻസിറ്റിവിറ്റി ബാക്ക് അടിക്കാം. എന്തൊരു വലുതാടാ അത്. ഇത് വെച്ചിട്ട് കളിക്കുകയുള്ളൂ. മാറ്റാൻ അറിയണമല്ലോന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേനെ. നമുക്ക് എന്തായാലും പറഞ്ഞ പണി ചെയ്യാം. ഇത് മൊത്തം ക്ലീൻ ആക്കാനായിട്ട് നമ്മളോട് പറഞ്ഞ 8 സാധനം ഉണ്ട്. നമ്മൾക്കൊക്കെ ഇത് ക്ലീനാക്കി തന്നോളൂ. ഞാൻ ഈ ഒരു ഇതൊക്കെ കടയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ക്ലീനാക്കി, അതല്ലേ എൻ്റെ ഒരു മാന്യത. മൊത്തം ഞാൻ തന്നെ ഇരുന്ന് നന്നാക്കണം. വെറുതെ എൻ്റെ പൈസ പോയി. എന്നാലും കുഴപ്പമില്ല. നമ്മളിതാ അമ്മമാർ തൂത്ത് നമ്മളവൻ്റെ സെർവൻ്റെന്ന് അവൻ്റെ വിചാരം. ഈ മൗസ് ഉണ്ടായിരിക്കും വല്ല കളിക്കാനുള്ള ഈ പോയിൻ്റർ. ഇവിടെയും ക്ലീനാക്കുക, ഇതും ക്ലീനാക്കുക, ഇതും ക്ലീനാക്കുക. പിന്നെ അതാ ഇതുകൂടി ഉണ്ടല്ലേ, ഇതുകൂടി ഉണ്ട് ക്ലീനാക്കുക. ഇതുകൂടി ക്ലീനാക്കുക. ഓക്കെ, നമ്മൾ ഭയങ്കര ഈസിയാകും. 100 രൂപ തന്നടാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. ഓക്കെ, വലിയ 100 രൂപയും കൊണ്ട് നമുക്ക് എവിടേക്കും പോകാൻ തോന്നുന്നു. ഇല്ലടാ, നൈബർഹുഡിലേക്ക് മാത്രം പോകാൻ പറ്റുള്ളൂ. നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കാത്തിരിക്കാം. എൻ്റെ പഴയ ഓർമ്മകൾ എനിക്ക് വരുന്നു. അല്ല, ഏത് പഴയ ഓർമ്മ? ഒന്നുമില്ല, വെറുതെ അൺലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട് സ്കില്ലൊക്കെ. അതൊക്കെ എവിടെടാ വണ്ടി? ഈ നൈബർഹുഡിൽ തന്നെ വണ്ടി ഇല്ല എന്നാട്ടോ തോന്നണേ. എന്തായാലും നമുക്കൊരു വണ്ടി വേണം. ഇവിടെ ഇല്ല. ഇതെന്താടാ, പ്രേതബാധ പിടിച്ചതാണോ ഈ സ്ഥലം? ഇവിടെ ഒന്നൊരു വണ്ടിയില്ലേ? എന്നെ പറ്റിച്ചടാ. എന്താ സ്കിൽ ട്രീ ഇൻട്രൊഡക്ഷൻ. ആദ്യം നമ്മൾ സ്കില്ലെടുക്കണം. അങ്ങനെ അളിയായില്ലേ, ഞാൻ ആദ്യം ഇവിടെ കിടന്ന് വെറുതെ തേരാപ്പാരം നടന്നേനെ. കോസ്റ്റ് 1 എന്തായാലും ഒന്നാണ് വാങ്ങിയേക്കാം. 7000 രൂപ അത് തന്നിക്കണം നമുക്ക്. 7000 രൂപടാ, താങ്ക് യു. എന്തായാലും നമുക്ക് നോക്കാം. ഈ മച്ചുവിൻ്റെ വണ്ടി വാങ്ങാം. കിണ്ണ വണ്ടി കണ്ടിട്ട് എന്നെ കൊതിയാവണം മോനെ. എന്താടാ ഇവനോട് സംസാരിച്ച് നോക്കാം, പുള്ളിക്കാർ തരേണ്ടതാണ്. ഇതൊക്കെ എന്താണ്? അതൊന്ന് മാറ്റി. എനിക്ക് വണ്ടിയാണ് വേണ്ടത്. റെഡ് പറഞ്ഞ ഡാമേജ്, വൈറ്റ് പറഞ്ഞത്, ബ്ലൂ പറഞ്ഞ റീപെയിൻ്റ് ചെയ്താണെന്നൊക്കെ. എനിക്ക് ഈ വണ്ടിയെല്ലാം ഇഷ്ടപ്പെട്ടു. എങ്ങനെയും ഇത് വാങ്ങണം. ഇവത് എത്ര പറയണത്? 7 ഉറുപ്പ്യ തന്നെയാണ് ഗൈസ്. 7 ഉറുപ്പ്യ ഞാൻ പറയണം. പക്ഷേ 7 ഉറുപ്പ്യ ആകെ ഉള്ളതാണ് വാങ്ങാലേ, അല്ലാതെ വേറെ വഴിയില്ലാണ്ടോ. 7 രൂപയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു 4 ഉറുപ്പ്യൊക്കെ തരുക? ഇല്ല ഗൈസ്, 7 രൂപയ്ക്ക് തന്നെ വാങ്ങാം. പക്ഷെ കണ്ടിട്ട് അത്ര വലിയൊരു ഗുണമുള്ള വണ്ടി പോലെ തോന്നണില്ല. അൺഅപ്രൂവ്ഡാടാ, ഇതെനിക്ക് കളയാൻ കഴിയണില്ല. എന്തായാലും ഒന്ന് വാങ്ങിക്കാം, അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ 7000 കുണുവ കൊടുത്ത വണ്ടി അങ്ങ് വാങ്ങിക്കണം. എന്തായാലും ഈ വണ്ടിയിലൊന്ന് കയറാം. കിട്ടില്ല വണ്ടി മോനെ. ഇതിന് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുകൊടുക്കണം. നമ്മളിതേപോലെ ഇത് മൊത്തം കൊണ്ടുപോയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മളിത് വണ്ടി നമ്മുടെ ഇതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മളിത് നേരെ ഇത് കൊണ്ടിട്ട് നമുക്ക് വിൽക്കണം. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിത് കൊണ്ടിട്ട് നമ്മളെ അല്ല വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരൊക്കെ വിളിച്ചു പറയണമെങ്കിൽ വണ്ടിയില്ല. ഓഫീസൊക്കെ ഉണ്ടടാ. ഈ ഓഫീസ് എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് പറയണം. കമ്പ്യൂട്ടർ എടുക്കുക, എന്നിട്ട് ഇതിലുണ്ടാവും, ഇതിൽ വെബ് പേജ് എടുക്കുക, കാർ ഫോർ സെയിൽ എടുക്കുക. ഒരു ഗ്യാരേജാണ്. അപ്പോൾ നമുക്ക് ആ ഒറ്റ വണ്ടി ഉള്ളൂ. ഈ വണ്ടി കൊണ്ടിട്ട് നമ്മൾ വിൽക്കണം.
അങ്ങനെ വിൽക്കുക. ഇത് നിൽക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിലൊരു 10 റുപ്യക്ക് നമ്മൾ വിൽക്കണം. ഇത് ലാഭ കച്ചവടം കേട്ടോ. 7 റുപ്യേൻ്റെ വണ്ടി നമ്മൾ 10 റുപ്യക്കല്ലേ വിൽക്കണം. ഇത് ലാഭം തന്നെയാണ്. സംഭവം നല്ല ലാഭമാണ്. ലാഭം പറഞ്ഞാൽ കുറച്ച് രൂപ നമുക്ക് കിട്ടില്ലേ. നമ്മളൊന്ന് നന്നാക്കിക്കണ്, അതാണ് ഇതിന് മെയിൻ. വിറ്റേക്കാം. നമ്മൾ വിറ്റു ഗൈസ്. നമുക്കത് കൊണ്ടുപോകാം. കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ വെക്കാം. ഇവിടെ എടേ ഞാനിതിപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും മൊത്തം കസ്റ്റമേഴ്സ് വന്നടാ. എൻ്റെ മോനെ കിണ്ണം. ഈ വണ്ടിക്ക് ഇത്ര ഫാൻസൊക്കെ ഉണ്ടോ? നമുക്ക് ആദ്യം ഇതാ ഇവനെ നോക്കാം. ഇവന് കണ്ടിട്ടല്ല റിച്ച് ട്രാക്ക് പാൻറ്റ്, ഇതാ 2 വട്ടുള്ള ബെൽറ്റ്. ചൊക്കന്നെ. ഇവൻ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടണം, നമ്മുടെ ബയ്യർ. അന്നേരം നമുക്ക് ചോദിച്ചൊരു 10 റുപ്യക്ക് നമുക്ക് കിട്ടുമെന്ന്. നമ്മൾ 10 റുപ്യക്ക് നല്ലൊരു സാധനമാണ്. നമുക്ക് പറഞ്ഞ് നോക്കാം. കണ്ടിട്ട് 10 രൂപയ്ക്ക് തരും. ഇവ ഡയറക്റ്റ് 10 രൂപ. നോ പേടിഎം, നോ ഗൂഗിൾ പേ, റെഡി ക്യാഷായിട്ട് 10 രൂപ തരാമെന്നാണ് പറഞ്ഞത്. അല്ല, നമ്മളടുത്ത് നമ്മൾ ക്യു ആർ ആക്കിയില്ല. 10 റുപ്യക്ക് നല്ല മുതലാണ്. നീ വേറെ ഒരുത്തന്മാരോട് ചോദിച്ചു നോക്കണം. വേറെ പെനൊന്നും പറയുമോ ഇല്ലല്ലേ. നമുക്ക് 10 റുപ്യനെ 10 റുപ്യനെ മതി. നമുക്ക് 10 റുപ്യക്കാണ് വാങ്ങാം. വാങ്ങല വിൽക്കാം. പുള്ളിക്കാരൻ ഓക്കെ ആയിരിക്കും. പക്ഷേ ഈ വണ്ടിക്കെല്ലാം ഇഷ്ടപ്പെട്ട കൊടുപ്പാൽ നമുക്ക് വിറ്റേക്കാം. സെൽ. യെസ് കായ്സ്, വിറ്റതിന് നമുക്കൊരു 5000 രൂപ എക്സ്ട്രാ കിട്ടി. ഞാൻ മോനെ ബാക്കി 2 സങ്കടത്തിലൂടെ പോയി. ഇങ്ങോട്ട് വരൂലേ. 15000 രൂപ കിട്ടിയടാ മൊത്തം നമുക്ക്. എൻ്റെ മോനെ, ഈ പൈസ മൊത്തം നമ്മൾ തന്നു തീർക്കരുത്. എനിക്ക് കടയൊക്കൊന്നും താങ്ങണം. പക്ഷേ നമ്മളോട് ഇവരോട് ഗ്രോസറി സ്റ്റോർ പോകാനാണ് പറയണത്. അപ്പോൾ എങ്ങനെ പോകും? നമ്മൾ ഈ ഓഫീസിൻ്റെ ഉള്ളിലാണോ? അറിയത്തില്ല. ഇനി അവിടെ എവിടെയായാലും ഇവിടെ ഇങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ കഴിയില്ലല്ലോ. ഇവിടെ വിളിച്ചിട്ടുണ്ട് കള്ളൻ. ഓക്കെ, നമുക്കെന്തോ ക്രൈറ്റീരിയ ഉണ്ട്. ഇതിലും ഉണ്ട് ഈ സാധനമൊക്കെ. ഇതിൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്താ കിട്ടുമെന്നറിയില്ലല്ലോ. അടച്ചോനെ, നല്ല എന്തെങ്കിലുമൊക്കെ സാധനം തരണേ. 10 റുപ്യ അടിച്ചടാ. എൻ്റെ മോനെ 10 റുപ്യ അടിച്ച്. മോനെ ഇപ്പം 25000 രൂപ ഉണ്ട്. ഞാനൊരു സംഭവം തന്നെ റിച്ചായിട്ടടാ. ഞാൻ റിച്ച്. എൻ്റെ മോനെ ഇതൊക്കെ നമ്മൾ നെയ്ബർഹുഡ് പോയിട്ട് ഇനിയും കാർ ഇരിക്കണം തോന്നുന്നു. എന്തായാലും എന്തെങ്കിലും സ്കില്ല് വാങ്ങാൻ പറ്റും. സ്കില്ല് വാങ്ങാൻ പറ്റും. വാങ്ങാൻ പറ്റുമോ? ഇതിലിപ്പോൾ ഏതോ ബാർഗിന്. എന്താ എംപ്ലോയി കാർ. ഇതാണ് ബാർഗിന്. വാങ്ങാനില്ല. കോസ്റ്റ് വന്നു. എൻ്റെ അടുത്ത് RC ഇല്ല വന്നു. അതുകൊണ്ടായിരിക്കും. ആരോണോലൊന്നും പറഞ്ഞു തന്നെ. കുഴപ്പമില്ല, നമുക്ക് നെയ്ബർഹുഡ് പോയിട്ട് ഒരു പുതിയ വണ്ടി വാങ്ങാം. ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ഇതിൽ പാർട്ട് 2 വേണമെന്നുള്ളവർ കമൻറ്റിൽ പാർട്ട് 2 ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്.